ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തമിഴ്നാട്ടിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വെറും 79 കിലോമീറ്റർ മാത്രം അകലമുള്ള ഒരു ഹിഡൻ ബീച്ചാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മുട്ടം എന്ന് പറയുന്ന ബീച്ചാണ് കേട്ടോ. ഒരു ഹിഡൻ പ്ലേസ് ആണ്. കുളച്ചലിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാകാം? കുളച്ചലിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസും ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെൻറ്റ് ആൻ്റണി ചർച്ച് പറയുന്നത് തിരുവനന്തപുരം 79 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ ഉണ്ട്. ചെറിയ രീതിയിൽ സ്നാക്സിൻ്റെ ബാറും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ നേരെ താഴോട്ട് കുറച്ച് പോയിൻ്റൊക്കെ കൂടെ ഉണ്ട്. മുട്ടം ബീച്ച് സ്നാക്സിൻ്റെ ഒരു 2-3 കടകൾ, പാനിപ്പൂരി കടകളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, താഴെ ഒന്നും കാണില്ല, മുകളിൽ നിന്ന് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് വരുന്ന സമയത്തുണ്ട് ബീച്ചൊക്കെ ആണെങ്കിൽ ആ സംഭവം ഫുള്ളും സെറ്റ് ചെയ്യാനുള്ളൂ. ഇവിടെ സംഭവം ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെയാണ്. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടാണെങ്കിൽ കുറച്ച് ഒരു പഴയ കാലത്തെ കെട്ടിടങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി കേട്ടോ. സ്നാക്സിൻ്റെ സംഭവങ്ങളും കടകളും ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സൊക്കെ ആണ് ഇവിടെ സംഭവം സെറ്റ് ചെയ്യണതേ ഉള്ളൂ. വളരെ റിലാക്സ് ആയിട്ട് നമുക്കിവിടെ ഇരിക്കും. യാതൊരുവിധ ഔട്ട്സൈഡേഴ്സിൻ്റെ ശല്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അത് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഒരു വിഷ്വൽസാണ് നമുക്ക് കിട്ടുന്നത്. നസറിൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളൂലെന്നാണ് നസറിൻ പറഞ്ഞത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വേറൊരു കുട്ടികളുടെ പാർക്കിൽ കയറ്റാത്തതുകൊണ്ടാണ്. ഇതാ പോകുന്നു, വെയിൽ കൊണ്ടാ കറക്കുന്ന ആൾ. എങ്ങനെയുണ്ടല്ലോ, കൊള്ളാമോ? വെയിൽ സംഭവമാണ്. ഇപ്പം 5 മണിയിലുള്ള വെയിൽ കൊണ്ടാ കറുത്ത ആൾ. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടാ, ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. കണ്ടാ സംഭവങ്ങളുള്ള കുറേ വലിയ വലിയ പാറകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ട അങ്ങൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽസാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വൈബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബീച്ച് കണ്ട ഒരു സൈഡിൽ കൂടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു വിഷ്വൽസാണ്. ഡേഞ്ചർ സ്പോട്ടാണ്. വെള്ളം വന്നുണ്ട്. എങ്ങനെയുണ്ട് ബീച്ച്? എങ്ങനെയുണ്ട്? നാറ്റമുണ്ടോ? നാറ്റമുണ്ട്, മണമുണ്ടെന്നാണ് പറയുന്നത് യുവമിഥുനങ്ങൾ. ഇതായിരിപ്പുണ്ട് 2 പേര്. ഇനി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മുട്ടവും കാണാം. സൂപ്പറല്ലേ? നല്ലൊരു വിഷ്വൽസ്, നല്ലൊരു ആംബിയൻസ്, സൂപ്പർ. കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോകാം. ആക്ച്വലി ഇതൊക്കെ ഡേഞ്ചർ സ്പോട്ടുകളാണ്. അങ്ങോട്ടൊന്നും വലുതായിട്ട് തിര അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഷടാ, ഞണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞണ്ട് കണ്ടോ? ഞണ്ട് കിടപ്പുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ ഭിത്തിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഞണ്ടൊക്കെ ഉണ്ട്. വലിയ തിര അടിക്കുമ്പോഴാണ് ആക്ച്വലി ഇങ്ങോട്ട് വെള്ളമൊക്കെ വീഴുന്നത്. ചെല്ലുണ്ട്, വലിയ തിരമാണ് ഇതൊക്കെ അടിക്കുന്നുണ്ട്. രക്ഷയില്ല, നല്ല സൂപ്പർ വിഷ്വൽസ്.
ഒന്നും പറയാനില്ല. സംഭവം കൊള്ളാം. അപ്പോൾ മസ്റ്റായിട്ടും മുട്ടോന്ന് പറയണം ഈ ഒരു ബീച്ച്. ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ലൊക്കേഷൻ. ബീച്ച് എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പറാണോ? ബീച്ച് എങ്ങനെയുണ്ട്?